നമസ്കാരം. എല്ലാ ദിവസവും വൈകിട്ടുള്ള പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട് കിടക്കാം. അതിഭീകരമായിട്ടുള്ളൊരു ഇടിവിനാണ് നമ്മൾ ഇന്ന് സാക്ഷ്യം വഹിച്ചത്. IT സ്റ്റോക്കുകളിലാണ് ഇടിവ് നടന്നത്. രാവിലെ പ്രീ മാർക്കറ്റ് കണ്ട ആളുകൾക്ക് അറിയാം. രാവിലെ US മാർക്കറ്റിൽ ലിസ്റ്റ് ചെയ്ത ഇന്ത്യൻ IT കമ്പനീസിൻ്റെ ഒരു പ്രകടനം നമ്മൾ കണ്ടിരുന്നു. എന്നിരുന്നാൽ കൂടിയും നിഫ്റ്റി ഒരു ഒരു ഒരേ ഡയറക്ഷനിലേക്കാണ് ഇന്ന് ഫോളോ ആയത്, അല്ലാതെ സിക്സ് ആക്ക് മാർക്കറ്റ് അല്ല. അതുകൊണ്ട് ഡയറക്ഷൻ ക്ലിയർ ആയിരുന്നു. നിഫ്റ്റിയുടെ ചാർട്ട് കാണാം. മാർക്കറ്റ് ഗ്യാപ് ഡൗൺ ഓപ്പൺ ചെയ്തു, പതിയെ ഇടിഞ്ഞു. 25,300 സപ്പോർട്ട് എടുത്തു. അവസാന സമയത്ത് ചെറിയൊരു തിരിച്ചുവരവ് നടത്തി. പ്രധാനമായിട്ടും NTPC, കോൾ ഇന്ത്യ, JSW സ്റ്റീൽ, ഹിൻഡൽകോ, HUL തുടങ്ങിയ കമ്പനീസാണ് നേട്ടം കൈവരിച്ചത്. ഇടിഞ്ഞതെല്ലാം IT കമ്പനീസാണ്. ടെക്കം, HCL ടെക്, എറ്റേണൽ, ഇൻഫോസിസ്, TCS എല്ലാം IT കമ്പനീസ് തന്നെയാണ് നിഫ്റ്റി 50യിൽ ഭീകരമായ രീതിയിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തിയത്. അപ്പോൾ ഈ IT കമ്പനീസിന് എന്താ പറ്റിയത്? ഈ IT കമ്പനീസിനെ കുറിച്ച് വിശദമായിട്ടുള്ള ഒരു വീഡിയോ പോഡ്കാസ്റ്റ് ഇന്നലെ വൈകിട്ട് ഇതേ സമയം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്ത ആളുകൾക്ക് അത് കാണുക. അപ്പോൾ അതിനെക്കുറിച്ച് IT സെക്ടറിൽ നടക്കുന്ന കാര്യത്തെക്കുറിച്ച് ഏകദേശം ഒരു ധാരണ കിട്ടും. അപ്പോൾ ആ വീഡിയോ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലെ പോസ്റ്റ് മാർക്കറ്റ് മാറ്റി വെച്ചിട്ട് IT സെക്ടറിനെ കുറിച്ച് മാത്രം ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്ന് നമ്മൾ IT ഇൻഡെക്സ് 5% ഒരു ഫോള് രേഖപ്പെടുത്തി. സെൻസെക്സ് 1000 പോയിൻറ്റിൻ്റെ ഒരു ഫോള് രേഖപ്പെടുത്തി. നിഫ്റ്റി 288 പോയിൻറ്റിൻ്റെ ഫോള് രേഖപ്പെടുത്തി. 25,500 താഴെ ഇപ്പോൾ ക്ലോസിങ് നടത്തി. IT സ്റ്റോക്കുകൾ പറയുകയാണെങ്കിൽ ഈ ഒരു മാസ കാലയളവിൽ തന്നെ 20%-ലേറെ ഇടിവ് രേഖപ്പെടുത്തി. ഇതിൽ മുൻനിര നിഫ്റ്റി 50യിലുള്ള നമ്മൾ നേരത്തെ കണ്ട പോലെ TCS, ഇൻഫോസിസ്, ടെക്കം തുടങ്ങിയ കമ്പനീസ് 20%-ലേറെ ഏറെ ഇടിവ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. മിഡ് ക്യാപ്പ് IT സ്റ്റോക്കുകളും കോഫോർജ് പോലുള്ള IT കമ്പനീസ് കഴിഞ്ഞ ഒരു മാസം കൊണ്ട് 26%-ൻ്റെ ഇടിവുണ്ടാക്കിയിട്ടുണ്ട്. IT മാത്രമല്ല, ഇന്ന് ബാങ്കിങ് സെക്ടറും ഇടിവിൽ തന്നെയായിരുന്നു. 217 പോയിൻറ്റ് ബാങ്ക് നിഫ്റ്റി ഇടിഞ്ഞു. കൂടാതെ മിഡ് ക്യാപ്പും 189 പോയിൻറ്റിൻ്റെ ഒരു ഇടിവ് രേഖപ്പെടുത്തി. ഇന്ന് IT മാത്രമല്ല, ഇന്നത്തെ ഒരു പ്രധാന ഇടിഞ്ഞ മറ്റൊരു സെക്ടർ ടെക്സ്റ്റൈലാണ്. പ്രധാനമായിട്ടും RODTEP, അതായത് റെമിഷൻ ഓഫ് ഡ്യൂട്ടീസ് ആൻഡ് ടാക്സ് എക്സ്പോർട്ടഡ് പ്രൊഡക്റ്റ് ഇൻസെൻറ്റീവ്സ് ഗവൺമെൻറ് കട്ട് ചെയ്തതിനെ തുടർന്ന് ഗോകുൽദാസ് എക്സ്പോർട്ട്, അല്ലെങ്കിൽ റയമണ്ടും, അരവിന്ദ് ഫാഷൻസും, ഈവൻ നമ്മുടെ കിറ്റക്സ് ഉൾപ്പെടെയുള്ള ടെക്സ്റ്റൈൽ കമ്പനീസ് ഇടിവ് രേഖപ്പെടുത്തി. അപ്പോൾ ഈ ഇടിവിനിടയിലും കുറച്ച് നേട്ടം ഉണ്ടാക്കിയിട്ടുള്ള മോബി കിക്ക് പോലെയുള്ള കമ്പനീസ്, ഇവർ BSE ഇവരുടെ ബ്രോക്കിംഗ് ബിസിനസ്സിന് അംഗീകാരം കൊടുത്തു എന്നുള്ള ന്യൂസ് എല്ലാം തന്നെ നമ്മൾ കേട്ടു. ഇനിയിപ്പോൾ എല്ലാം നെഗറ്റീവാണോ? IT കമ്പനികളിൽ എല്ലാം നെഗറ്റീവാണോ എന്ന് ചോദിച്ചാൽ ഒരു റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ടായിരുന്നു. ആ റിപ്പോർട്ട് നമുക്കിന്ന് ഡിസ്കസ് ചെയ്യാം. ഇന്ത്യൻ ടെക്നോളജി ഇൻഡസ്ട്രി പ്രൊജക്റ്റ് ചെയ്യുന്നത് ഏകദേശം ഒരു $315 ബില്യൺ റവന്യൂ ആണ് ഈ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ IT മേഖല ഫോർകാസ്റ്റ് ചെയ്യുന്നത്. അത് കഴിഞ്ഞ തവണത്തെ ആ ഒരു ഫോർകാസ്റ്റിൽ നിന്നും 6.1% ഇയർ ഓൺ ഇയർ കൂടുതലാണ്. കഴിഞ്ഞ തവണ 297 ബില്യണാണ്, ഈ തവണ 315 ബില്യൺ. ഡൊമസ്റ്റിക് ഡിമാൻഡ് ഉയരും. ഡൊമസ്റ്റിക് ഡിമാൻഡ് 7.9% ഉയരുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കൂടാതെ തന്നെ എക്സ്പോർട്ടും 5.6% ഇയർ ഓൺ ഇയർ ഉയർച്ച എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. AI മേഖലയിൽ ഊന്നിയുള്ള വികസനം സാധ്യമാകും. AI നിന്ന് മാത്രം 10 to 12 ബില്യൺ ഒരു റവന്യൂ ഫോർകാസ്റ്റാണ് നാസ്കോം എന്ന് പറയുന്ന ഈ ഒരു റിസർച്ച് സെൻറ്റർ നടത്തിയിരിക്കുന്നത്. അപ്പോൾ അതൊരു ശുഭ സൂചനയായിട്ട് നമുക്ക് എടുക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു കാര്യങ്ങൾ. ഇനി നമുക്ക് കുറച്ച് സ്റ്റോക്കുകളിലെ കാര്യങ്ങൾ പോകാം. അതിനു മുമ്പ് ഗ്ലോബൽ മാർക്കറ്റ് ചെക്ക് ചെയ്യാം. അതിനു മുമ്പ് നമുക്ക് ഈ വരുന്ന ശനി ഞായർ ദിവസങ്ങളിലാണ് നമ്മളുടെ ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻ്റെയും അല്ലെങ്കിൽ നമ്മുടെ ബേസിക് സ്റ്റോക്ക് മാർക്കറ്റിൻ്റെയും ഓഫ്ലൈൻ ക്ലാസ് ഉള്ളത്. ക്ലാസ് റൂമിൽ ഇരുന്ന് ഒരു സ്റ്റോപ്പ് ലോസിൻ്റെ ചിലവിൽ പഠിക്കാം. താഴെ കാണുന്ന ഫസ്റ്റ് നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം വാട്സപ്പിൽ. നേരെ നമുക്ക് ഗ്ലോബൽ മാർക്കറ്റ് നോക്കാം. ഏറ്റവും ടോപ്പിൽ ഗോൾഡ് $53 ഇടിഞ്ഞു, 5174. സിൽവർ 1.56% സ്പൈക്ക് ചെയ്ത് 87. ബിറ്റ് കോയിൻ $3000 ഇടിഞ്ഞു, 63,000. ബ്രന്റ് ഓയിൽ 71. നാച്ചുറൽ ഗ്യാസ് കാണാം 2.82% ഇടിഞ്ഞു. താഴെയുള്ള ഡോ ഫ്യൂച്ചർ ഇപ്പോൾ ട്രേഡ് ചെയ്യുന്നത് പ്ലസ്സിലാണ്. ഏഷ്യൻ മാർക്കറ്റുകളെല്ലാം തന്നെ പൊതുവെ പ്ലസ്സിൽ അടച്ചു. ഏറ്റവും താഴെ ട്രേഡ് ചെയ്യുന്ന ഇപ്പോൾ 3 യൂറോപ്യൻ മാർക്കറ്റും ഒരു ഫ്ലാറ്റാണ്. യാതൊരു അനക്കമില്ല, കാണാം വളരെ ഫ്ലാറ്റാണ്. ഇനി ചുരുക്കം കുറച്ച് സ്റ്റോക്കുകളുടെ വാർത്തകളിലേക്ക് പോകുകയാണെങ്കിൽ HEG കമ്പനി ഇന്ന് പോസിറ്റീവിൽ ക്ലോസ് ചെയ്ത കമ്പനിയാണ്. കമ്പനിക്ക് ഒരു പുതിയ
ഒരു നൈട്രജൻ സപ്ലൈയുടെ ഒരു ഓർഡർ ലഭിച്ചു. IDFC ഫസ്റ്റ് ബാങ്ക് ഇന്നലെ ഭീകരമായ തോതിൽ ഇടിവ് രേഖപ്പെടുത്തിയതാണ്. അപ്പോൾ കമ്പനി ഈ ഹരിയാന ഗവൺമെൻറ്റായിട്ട് ഈ ഒരു ഫ്രോഡിൻ്റെ കേസിൽ സഹകരിച്ച് പ്രവർത്തിക്കാമെന്നുള്ള ഒരു ന്യൂസ് ഉണ്ടായിരുന്നു. സ്റ്റോക്ക് ഇന്ന് 1.3% റാലി കണ്ടു. സെൻറ്റിയം ഇലക്ട്രോണിക്സ് കമ്പനി 66 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സ്റ്റോക്ക് ഇന്ന് 4% റാലി കണ്ടു. KC ഇൻ്റർനാഷണലിന് 1,002 കോടി രൂപയുടെ ഓർഡർ കിട്ടി. സ്റ്റോക്ക് ഇന്ന് 1.3% നേട്ടം കൈവരിച്ചു. ഐറിസ് ലൈഫ് സയൻസ് കമ്പനി നാറ്റ്കോ ഫാർമയായിട്ടൊരു പുതിയ ബിസിനസ് കോൺട്രാക്ട് സൈൻ ചെയ്തു. 2.3% ഒരു നേട്ടം കൈവരിച്ചു. ഇൻഡോ റെമഡി കമ്പനി പുതിയ മെഡിസിൻ US ഡ്രഗ് കൺട്രോൾ അതോറിറ്റി അംഗീകാരം കൊടുത്തു. സ്റ്റോക്ക് ഇന്ന് 1.6% നേട്ടം കൈവരിച്ചു. ഇതാണ് നമുക്ക് ഉള്ള ന്യൂസുകൾ. നമ്മുടെ ചാനലിൽ എല്ലാവർക്കും എല്ലാ ട്രേഡേഴ്സിനും എത്തിച്ചു കൊടുക്കാൻ മറക്കരുത്. എല്ലാവർക്കും ശുഭദിനം. താങ്ക് യു.